ടെക്നോപോവ 7 സീരീസ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ടെക്നോപോവ 7 അൾട്ര ഈ ആഴ്ച ആദ്യം ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തു. പോവ 7 ഇതിനകം ബ്രാൻഡിന്റെ ഔദ്യോഗിക സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് പോവ 7ന്റെ 4G വേരിയന്റാണ്. കൂടാതെ 5G ലൈൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനാൽ ഇത് വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ അവയുടെ സ്പെസിഫിക്കേഷനുകൾ പരിശോധിക്കാം. ടെക്നോപോവ 7 അൾട്ര സ്പെസിഫിക്കേഷനുകൾ. ടെക്നോപോവ 7 അൾട്രയിൽ 6.67 ഇഞ്ച് AMOLED 1.5K ഡിസ്പ്ലേ, 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എന്നിവയുണ്ട്. മീഡിയടെക് ഡൈമെൻസിറ്റി A350 അൾട്ടിമേറ്റ് ആണ് ഇത് നൽകുന്നത്. ആൻഡ്യൂട്ട് ബെഞ്ച്മാർക്കിൽ സ്മാർട്ട്ഫോൺ 15,30,000 കൂടുതൽ സ്കോർ നേടിയതായി പറയപ്പെടുന്നു. ടെക്നോപോവ 7 അൾട്ര 2 വേരിയന്റുകളിൽ വരുന്നു. 12GB പ്ലസ് 256GB, 12GB എക്സ്റ്റൻഡഡ് റാം, 8GB പ്ലസ് 256GB, 8GB എക്സ്റ്റൻഡഡ് റാം. സ്മാർട്ട്ഫോണിന് പിന്നിൽ 108MP പ്രൈമറി സെൻസറും ഡ്യുവൽ ഫ്ലാഷുള്ള 8MP സെക്കൻഡറി സെൻസറും ഉൾക്കൊള്ളുന്ന ഡ്യുവൽ ക്യാമറ സജ്ജീകരണമുണ്ട്. മുന്നിൽ സെൽഫികൾക്കായി 13MP ക്യാമറ ലഭിക്കും. ടെക്നോപോവ 7 അൾട്രയിൽ 70 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും 30 വാട്ട് വയർലെസ് ചാർജിംഗും ഉള്ള 6000 mAh ബാറ്ററിയുണ്ട്. ദിവസം മുഴുവൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബാറ്ററി ശേഷി മതിയാകും. വയർലെസ് ചാർജിംഗും നിങ്ങൾക്ക് ലഭിക്കും. ഇത് പ്രധാനമായും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ലഭ്യമായ ഒരു സവിശേഷതയാണ്. സോഫ്റ്റ്വെയർ രംഗത്ത് സ്മാർട്ട്ഫോൺ ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള iOS 15 പ്രവർത്തിപ്പിക്കും. ഇന്ത്യയിൽ ടെക്നോപോവ 6 പ്രോ, പോവ 6 നിയോ എന്നിവ പുറത്തിറക്കി. അതിനാൽ തുടർന്നുള്ള നിരയിൽ നിന്നുള്ള ഏതൊക്കെ ഫോണുകളാണ് ഇന്ത്യയിൽ എത്തുകയെന്ന് വ്യക്തമല്ല. ലോഞ്ച് കഴിഞ്ഞ് ഒരു ആഴ്ച മാത്രം ശേഷിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയണം.